ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു പാനിലോട്ട് ഒരു കപ്പോളം വെള്ളവും പിന്നെ അതിലേക്ക് ഒരു 2, 3, 4 ബ്രെഡും പിന്നെ കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കുള്ള ഓൾ തന്നെ ഒന്ന് അമർത്താൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്നട്ടിൻ്റെ ഒക്കെ എണ്ണം നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ. ഞാനിവിടെ വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി വെക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും ആ വെള്ളത്തിലൊന്ന് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. ഇങ്ങനെ കുതിർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കണേ. അതിനുശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഞാനിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുലയോ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ഒന്നങ്ങ് വെന്ത് വരണം. ഈ കാഷ്നട്ടും ഈ ബ്രെഡും നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം ഈ വെള്ളത്തിൽ. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതിയാവുകയെ. ഇതുപോലെ ഒന്ന് ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് ഒരു 1-2 മിനിറ്റ് മതിയാവും ഇതൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാണ്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഈ പാലൊക്കെ നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരണം. അത്രേ ഉള്ളൂ. അധികം സമയമൊന്നും ആവശ്യമില്ല. ഇനി ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം വരെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് തണുത്ത് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് വരുമ്പോഴേക്കും ഇത് നമുക്ക് മിക്സഡ് ജാറിൽ ഇട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാൻ മിക്സഡ് ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒട്ടും തന്നെ തരിതരിപ്പൊന്നും ഇല്ലാതെ ഞാനൊന്ന് അരച്ചെടുത്തതാണ്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സംഭവം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 3 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ആക്കി കൊടുക്കാം. ഒരുപാട് നേരമായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. റവയൊന്നും കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൈയെടുക്കാതെ ഒന്ന് ഇളക്കി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം.
ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, ശർക്കരയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ശർക്കര ചേർക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ഒരു നല്ലൊരു കളറ് കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഈ പരുവമൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്കൊരു 1/4 കപ്പോളം ശർക്കര പൊടിച്ചതാണ് കേട്ടോ, ഇങ്ങനെ തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. പെട്ടെന്ന് നമുക്കൊരു മധുരം കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ബ്രെഡ് ഒരു 4 സ്ലൈസ് ബ്രെഡും കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ, അധികം നെയ്യുടെയോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാകം മതിയാവും. ഇനിയും ഒരുപാട് കുറുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി തണുക്കുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് അങ്ങ് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടോടെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണെന്നറിയോ, നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ മറക്കരുത് കേട്ടോ. ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.